ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി ബംഗ്ലാദേശിലെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ജസീമുദ്ദീനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അപ്പോഴും ന്യൂനപക്ഷ ആക്രമണങ്ങളും വേട്ടകളും ബംഗ്ലാദേശിൽ നടക്കുമ്പോഴും ഇന്ത്യ അടക്കം ശക്തമായി അതിനെതിരെ നിലപാട് കടുപ്പിക്കുമ്പോഴും ഇന്ത്യയുടെ മുന്നിൽ കൈ നീട്ടിയിരിക്കുകയാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കിടയിൽ ഇന്ത്യയോട് ആശ്വാസം തേടിയിരിക്കുകയാണ് യുഎസ് സർക്കാർ. ഒരു പടി കൂടെ കടന്ന് ഇന്ത്യ ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസ അനുവദിക്കുന്ന ആ നമ്പർ കൂട്ടണം എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ബംഗ്ലാദേശിന് ജീവിക്കാൻ വേറെ മാർഗമില്ല. അവിടെയുള്ള ജനങ്ങൾ ഏറ്റവും അധികം ഇന്ത്യയെ ആശ്രയിക്കുന്നത് ആശുപത്രികളും അതിന്റെ ചെലവുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ്. കാരണം ഇന്ത്യ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ആശുപത്രി സേവനങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ബംഗ്ലാദേശിലെ ടൂറിസ്റ്റുകളിൽ 54% ബംഗ്ലാദേശികളും വിദേശ മെഡിക്കൽ ടൂറിസ്റ്റുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ചികിത്സയ്ക്കായി എത്തുന്ന ആൾക്കാർ. ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഇന്ത്യ അതിന് വലിയ രീതിയിൽ വിലക്കേർപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പോരാത്തതിന് ഇന്ത്യ ഇവിടെ നിന്നും ബംഗ്ലാദേശിന് കൊടുക്കുന്ന മരുന്നുകൾക്കും വലിയ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതോടുകൂടി ബംഗ്ലാദേശികൾ ചികിത്സയ്ക്കായി യാതൊരുവിധ സ്ഥലവുമില്ലാതെ അലയുന്ന കാഴ്ച നമ്മൾക്ക് കാണാനായി സാധിച്ചതാണ്. കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഗണ്യമായ എണ്ണം വിനോദസഞ്ചാരികളിൽ ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിലേക്ക്. 2022 ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ബംഗ്ലാദേശിൽ നിന്ന് സന്ദർശിച്ചിരിക്കുന്നത് ആശുപത്രിവാസങ്ങൾക്കായാണ്. 2022 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 38.3 ലക്ഷത്തിലധികം വിദേശികൾ ഇന്ത്യ സന്ദർശിച്ചു. ബംഗ്ലാദേശ് പൗരന്മാരാണ് ഏറ്റവും കൂടുതൽ എത്തിയത്. അവർ 8.4 ലക്ഷം പേരാണ്. ഇവരിൽ ഭൂരിഭാഗവും ഹോസ്പിറ്റൽ കേസുകൾക്കായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശികൾക്ക് ഇപ്പോൾ ചികിത്സയ്ക്കായി പോകാൻ യാതൊരുവിധ സ്ഥലവുമില്ല. ബംഗാളും മഹാരാഷ്ട്രയും ഒക്കെയാണ് ഇവർ ചികിത്സയ്ക്കായി ആശ്രയിച്ചിരുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആശ്രയിച്ചിരുന്ന ഇവർക്ക് ഇപ്പോൾ യാതൊരുവിധ സ്ഥലവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് പൗരന്മാരുടെ വിസയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉറപ്പ് നൽകുന്നതായി ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ അത് വർദ്ധിപ്പിക്കാം, മറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണം, അതിൽ കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതാണ്. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ചുള്ള ബംഗ്ലാദേശിന്റെ ഉപദേഷ്ടാവ് സൈദ റിസ്വ ഹസനുമായി വിക്രം മിസ്ത്രി കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയുണ്ടായി. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അവിടേക്ക് എത്തുന്നത്. അപ്പോഴാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുന്നിൽ വീണ്ടും കൈനീട്ടി ഗത്യന്തരമില്ലാതെ യാചിച്ചു നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.